കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള PRD ചില പത്രങ്ങളിൽ നൽകിയ പരസ്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത്. 10 വർഷം മുമ്പ്, അതായത് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകൾ കോർത്തിണക്കിയാണ് ആദ്യ പേജ് തയ്യാറാക്കിയതെങ്കിൽ രണ്ടാമത്തെ പേജിലാവട്ടെ 10 വർഷം മുമ്പ് വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വിശദീകരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്ന 2012 സെപ്റ്റംബർ 27 വന്ന വാർത്തയാണ് ഒന്നാം പേജിൽ വന്നതെങ്കിൽ രണ്ടാം പേജിൽ അതേ നൽകിയത് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്നാണ്. മറ്റൊന്ന് ഒന്നാം പേജിൽ ഇങ്ങനെയാണ്: ആനവണ്ടികൾ കട്ടപ്പുറത്ത്, പൂട്ടലിന്റെ വക്കിൽ KSRTC, മാസം 124 കോടിയോളം നഷ്ടം, KSRTC തനിയെ നിന്നുപോകും വകുപ്പ് മന്ത്രി. ഈ വാർത്ത വന്നത് 2014 ജൂൺ 5-നാണ്. എന്നാൽ രണ്ടാമത്തെ പേജിൽ അതേ ഇടത്ത് KSRTCയുമായി ബന്ധപ്പെട്ട നിലവിലെ അവസ്ഥ വിശദീകരിക്കുന്ന വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: ഉല്ലാസവേദിയായി ആനവണ്ടി, ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്, ഡിസംബർ 1 വരുമാനം 9.72 കോടി, എല്ലാ ഡിപ്പോകളും ലാഭത്തിൽ. ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ കോൺഗ്രസിന്റെ മന്ത്രി ആര്യാട മുഹമ്മദ് ആയിരുന്നു. എന്നാൽ ഒന്നാം പേജിലെ മറ്റൊരു വാർത്ത ലീഗിന്റെ മന്ത്രി അബ്ദുൾ റബ്ബ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികൾ എവിടെ പോയി പഠിക്കും? 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഈ വാർത്ത വന്നത് 2014 മെയ് 31-നാണ്. എന്നാൽ രണ്ടാം പേജിൽ ഇതേ ഭാഗത്ത് വന്ന വാർത്തയോ പുതുശോഭയിൽ പൊതുവിദ്യാഭ്യാസം, 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി എന്നാണ്. ഈ രീതിയിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF കേരളം ഭരിച്ചിരുന്ന കാലത്ത് വന്ന നിരവധി വാർത്തകളും ആ വകുപ്പുകളുടെ നിലവിലെ അവസ്ഥയും വിശദീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു പരസ്യമാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നത്. ഇതോടെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും നിയന്ത്രണപ്പെട്ടു. മനോരമ പോലും തുടർഭരണം ഉണ്ടാകുമെന്ന് സർവേ നടത്തി പ്രവചിച്ചപ്പോൾ കിളിപോയ അവസ്ഥയിൽ നിന്ന് പ്രതിപക്ഷത്തിന് മുന്നിലേക്കാണ് ഇടുത്തി പോലെ ഈ പരസ്യം വന്ന് വീഴുന്നത്. കേസ് കൊടുക്കും എന്നാണ് സതീശൻ പറയുന്നത്. എങ്ങനെ കേസ് കൊടുക്കും സതീഷ? ഇതേ ഉമ്മൻചാണ്ടി ഭരണത്തെ അന്ന് സതീശൻ വിശേഷിപ്പിച്ചത് തീവെട്ടിക്കൊള്ള എന്നല്ലേ? ഇനി ഈ വാർത്തയിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിനുള്ള ഏക പോംവഴി. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഈ വാർത്തകളെല്ലാം ഈ പറഞ്ഞ തീയതികളിൽ പത്രങ്ങളിൽ വന്നതാണെന്ന കാര്യം പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. പിന്നെ കേസിന്റെ കാര്യം പറയുന്ന സതീഷിനോട് നിങ്ങൾ ഇതുവരെ കൊടുത്ത കേസിന്റെ അവസ്ഥ കൂടി എന്തായി എന്ന് നിങ്ങൾ ജനങ്ങളോടൊന്ന് പറയണം, നിങ്ങളുടെ ആ നാക്കുകൊണ്ട് തന്നെ. ഏതായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഈ പരസ്യത്തിന്റെ നിയമവശവും നൈതികതയും ഉന്നയിച്ച പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കും ചർച്ച നിയന്ത്രിച്ചിരുന്ന നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന് നല്ല തകർപ്പൻ മറുപടി നൽകുന്നുണ്ട് ഒരു അഡ്വക്കേറ്റ് കൂടിയായ സഖാവ് KS അരുൺകുമാർ. രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് അതിലൊന്നു തിരഞ്ഞെടുക്കൂ എന്ന് പറയലല്ല PRDയുടെ ജോലി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അങ്ങനെ എങ്ങനെയാണത് അങ്ങേക്ക് വിശദീകരിക്കാനാവുക? ഇവിടെ ഏതായാലും കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ നിയമപ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. താങ്കൾ വായിച്ച പ്രശ്നങ്ങളൊക്കെ ഗൗരവമാണെന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോർജ് പൊടിപ്പാര പറഞ്ഞത് ധാർമ്മികതയുടെ പ്രശ്നം, രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നം, നൈതികതയുടെ പ്രശ്നം, നിയമപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ്, കൃത്യമായി അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഇന്ന് പത്രത്തിൽ വന്നത്. അവസാനം പറഞ്ഞതുപോലെ ഇവിടെ പലതവണ സൂചിപ്പിച്ചു, എന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് പത്രത്തിന് പിഴവില്ല എന്നാണോ വിശദീകരിക്കുന്നത്? പത്രങ്ങൾക്ക് പിഴവില്ല എന്നാണോ? അല്ല, നമ്മൾ പലതവണ പറഞ്ഞല്ലോ അല്ലെ, മറ്റുള്ളവർ പറഞ്ഞപ്പോഴൊക്കെ കേട്ടിരുന്ന ആളല്ലേ, കുറച്ച് മര്യാദ എന്നോട് കാണിക്കേ. ഈ പരസ്യം PRD കൊടുത്തതിൽ ഒരു തെറ്റുമില്ല അങ്ങ് പറഞ്ഞല്ലോ. അല്ല, ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഒരു തരത്തിലും താങ്കളോട് തർക്കിക്കാൻ വന്നതല്ല. എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെറുതെ ഇരുന്നോളാം. ഇവിടെ മുൻ സർക്കാർ മോശം എന്നൊരു വാക്കാ പരസ്യത്തിലുണ്ടോ? മുൻ UDF സർക്കാർ എന്നൊരു വാക്കാ പരസ്യത്തിലുണ്ടോ? മുൻ കോൺഗ്രസ് സർക്കാർ എന്നൊരു വാക്കാ പരസ്യത്തിലുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് ആ പരസ്യത്തിലുണ്ടോ? അബ്ദുൾ റബ്ബിന്റെ ഭരണകാലം എന്ന ആ പരസ്യത്തിലുണ്ടോ? ഒന്നുമില്ല. ആ പരസ്യത്തിൽ ആകെയുള്ളത് 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നാം പേജാണിത്. മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ പേജാണ്. അന്ന് വന്ന മുഴുവൻ വാർത്തയും എടുത്തു കാണിക്കാം, ആർക്ക് സംശയമുണ്ടെങ്കിലും. ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾ പരാതി കൊടുത്താലും, ഏത് കോടതിയിൽ ഇത് നിങ്ങൾ ചലഞ്ച് ചെയ്താലും, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, BJPയെ വെല്ലുവിളിക്കുന്നു, ഈ നാട്ടിലെ ആരെയും വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു.
നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടു. ആ കേസ് കൊടുത്താൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്ന് അന്നത്തെ പത്രം കാണിച്ച് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. 10 വർഷങ്ങൾക്ക് മുമ്പ് വന്ന കുഴപ്പങ്ങൾ പറയലല്ല പിആർഡിയുടെ ചോദ്യം എന്നുള്ളതാണ് ഞാൻ ഊന്നുന്ന കാര്യം. എല്ലാവരും ചട്ടവും നിയമവും പറയണമെന്നില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ അല്ലല്ല, ജോർജ് പൊടിപാറയ്ക്ക് അദ്ദേഹത്തിന്റെ ഊന്നൽ പറയാം. ഞാൻ എന്റെ ചോദ്യം ചട്ടം വായിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചോദിച്ചത്. ആ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് അങ്ങ് എങ്ങനെയാണ് വായിക്കുക? ഞാൻ ചട്ടം ഏതാണ് എന്ന് വരെ വായിച്ചു അല്ലേ? അതാണ് കൃത്യമായി പറഞ്ഞത്. കൃത്യമല്ല. അത് ആ ചട്ടമൊക്കെ പൊട്ടത്തെറ്റാണ്. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പാലിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സിംബൽ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ സ്ലോഗൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും വെബ്സൈറ്റോ ഫോട്ടോയോ ദുരുപയോഗം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന വാർത്തയല്ല. അതുപോലെ തന്നെ റൂമേഴ്സ് അല്ല. ഫാൾസ് ഇൻഡ്യൂസ്മെന്റ് ഇതിലില്ല. ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ വായിച്ച എന്താ പറഞ്ഞേ? ഇതിലെ വാർത്തകൾ വസ്തുതാപരമാണ്. വസ്തുതാപരമായ കാര്യം എന്ന് എവിടെ എങ്ങനെ പറഞ്ഞാലും ഒരു നിയമപരമായ പ്രശ്നമില്ല. നിങ്ങളുടെ വാദമാണ്. നിങ്ങളുടെ വാദം പിആർഡി പറയുകയാണ്. അവിടെയാണ് രാഷ്ട്രീയം. അത് ചെയ്യാൻ പിആർഡിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പിആർഡിക്ക് അത് ചെയ്തുകൂടാ അരുൺകുമാർ? 4000 ഒറ്റ മിനിറ്റ്. രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിൽ സ്കൂളുകൾ JCB ഉപയോഗിച്ചുകൊണ്ട് തച്ച് തകർത്ത ആ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം 4332 സ്കൂളുകൾ അടച്ചുപൂട്ടി. ആ പൂട്ടും താക്കോലും കൊണ്ട് ഭരണാധികാരികൾ പോയ ആ ഭരണകാലം, ആ താക്കോലുകളുടെ ആ പൂട്ടിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കുട്ടികൾ വസ്തുതാപരമാണ്, യാഥാർത്ഥ്യമാണ്. 10 വർഷം മുമ്പ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ബോധ്യമുണ്ട്. ഓഫീസ് അതിന്റെ തുടർച്ചയും പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ വന്ന് തിരുത്തപ്പെട്ടു എന്നതാണെങ്കിൽ അത് തീയതിയും സമയം വെച്ച് പറയുന്നത് അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാൻ അഡ്വക്കേറ്റ് അരുൺകുമാർ. പിആർഡി ചെയ്തുകൂടാ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ചെയ്യാമേ. നിങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വാദങ്ങൾ പറയാനല്ല. പിആർഡി എന്ന സംവിധാനത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അല്ല, ഞാൻ ഒറ്റ പോയിന്റ് ഒരു വാക്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞോളാം. ഇപ്പൊ എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി എന്താ പറഞ്ഞേ? 2 കാര്യങ്ങളാ പറഞ്ഞേ. കേരളത്തിന്റെ KSCBയുടെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് UDF കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, LDF കാലത്ത് കുറവ്. എന്താ സത്യം? 2011-16 ആകെ 16.49 മെഗാവാട്ടാ വർദ്ധിച്ചേ. 2016 മുതൽ 21 വരെ 288.51 മെഗാവാട്ട് വർദ്ധിച്ചു. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 1861 മെഗാവാട്ട് വർദ്ധിച്ചു. അതായത് പച്ചയായ നുണ ഇങ്ങനെ പറയും, എന്നിട്ട് പറയും ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയും. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഏതായാലും എല്ലാ മാധ്യമങ്ങളും ഇന്ന് ഈ 7 മണി 8 മണി ചർച്ച ഇതിനു വേണ്ടി മാറ്റിവെച്ചല്ലോ. ഇരുണ്ട കാലം, ആ കെട്ടകാലം, ആ 5 വർഷം അതെന്തായിരുന്നു ഈ കേരളത്തിൽ? ഇപ്പോഴെന്താണ് എന്ന് താരതമ്യപ്പെടുത്തി തുടങ്ങുവാനുള്ള ഒരു പോസിറ്റീവ് എനർജി താങ്കൾ കാണിച്ചത് വെബ്സൈറ്റിനെ തുടർച്ച ഏറ്റെടുക്കുന്ന പണിയല്ല പിആർഡിക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് തന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലങ്ങളാണ് പറയുന്നത്. അങ്ങ് തന്നെ പറയുന്നു പിആർഡി ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒന്ന് നിൽക്കൂ. ഒറ്റ കാര്യമുള്ളൂ. 158 കോടി രൂപ കൊടുത്ത് UDF സർക്കാർ പരസ്യം നടത്തിയപ്പോ അത് ഗവൺമെന്റിന്റെ പണമല്ല, പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ല, മന്ത്രിമാര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം. അതേ പരസ്യം തന്നെയാണ്. ഇല്ല, ഇകഴ്ത്താൻ പറ്റില്ല. ചട്ടം അനുവദിക്കുന്നില്ല. എന്നാ കേസ് കൊടുത്തവർ ശരി. എന്നാ കേസ് കൊടുത്തവർ ശരി. ഒറ്റ മിനിറ്റ് അല്ല, 1 മിനിറ്റ് മതി. ഞാൻ അവസാനിപ്പിക്കാം. AI ക്യാമറയ്ക്കെതിരെ കേസ് കൊടുത്തു, ജലമെട്രോയ്ക്കെതിരെ കേസ് കൊടുത്തു, സ്പ്ലിംഗർക്കെതിരെ കേസ് കൊടുത്തു, കേസ് കൊടുത്തു. ആർക്കും കൊണ്ടുപോയി കേസ് കൊടുക്കാം, ധൈര്യമായി കേസ് കൊടുക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.